Welcome to Kiddo Heaven. Hi children, how are you? Hi children, how are you? How are you today? How are you today? I hope you all are fine. Okay, today we are going to learn the concept of is and are. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലെ എന്താ പഠിക്കാൻ പോകുന്നത്? Is and are. Okay, ചില സെന്റൻസിൽ ഈസ് ആണ് യൂസ് ചെയ്യുന്നത്, ചില സെന്റൻസിൽ ആർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില സെന്റൻസിൽ ഈസ് ആണ് യൂസ് ചെയ്യാറ്, ചില സെന്റൻസിൽ ആർ ആണ് യൂസ് ചെയ്യാറ്. ഏതൊക്കെ സെന്റൻസിലാണ് ഈസ് വരുന്നത്, ഏതൊക്കെ സെന്റൻസിലാണ് ആർ വരുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി ടു ലേൺ? നിങ്ങൾ എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്? എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. വാട്ട് ഈസ് ദിസ്? പെൻ. പെൻ. ഓക്കെ, വെരി ഗുഡ്. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? പെൻസ്. വെരി ഗുഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൺ മെനി ഒക്കെ പഠിച്ചതാണ് അല്ലേ? ഇത് പെൻ, ഇത് പെൻസ്. ഓക്കെ, ദിസ് ഈസ് എ പെൻ, ദീസ് ആർ പെൻസ്. ഇവിടെ ഈസ് ആണ് വന്നത്, ഇവിടെ ആർ ആണ് വന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണെന്നറിയോ? ദിസ് ഈസ് എ പെൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇഫ് ഇറ്റ് ഈസ് വൺ തിങ് they must say this is a pen. ഇതെന്താണ്? വൺ തിങ് ആണ്, ഒരൊറ്റ പെന്നുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഈസ് ചേർത്തിട്ടാണ് പറയാ. ദിസ് ഈസ് എ പെൻ. ഓക്കെ, ഇവിടെ എന്താണ്? പെൻസ് ആണ്, ഒരുപാടുണ്ട് അല്ലേ? ഇഫ് ഇറ്റ് ഈസ് മെനി തിങ്സ്, ഇത് ഒരുപാട് വസ്തുക്കളുണ്ട്. അപ്പൊ ഇങ്ങനെ പറയാ, ദീസ് ആർ പെൻസ്. ഓക്കെ, മനസ്സിലായില്ലേ? വൺ തിങ് ആണെങ്കിൽ അവിടെ ഈസ് ആണ് വരുന്നത്, മെനി തിങ്സ് ആണെങ്കിൽ അവിടെ ആർ വരും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കിയാലോ? ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ജീപ്പ്. ജീപ്പ്. ജീപ്പ് വൺ തിങ്. ഇവിടെ ഒരൊറ്റ ജീപ്പ് ഉള്ളു, അപ്പൊ ഇത് വൺ തിങ് ആണ്, വൺ ആണ്. ഒരൊറ്റ ജീപ്പ് ഉള്ളു, വൺ ആണ്. വൺ തിങ് ആണെങ്കിൽ അവിടെ എന്താ വരിക? ഈസ് ആണോ ആർ ആണോ വരിക? ഈസ് വരും. ഇതാണ് ഈസ്. ഐ എസ്. ഈസ്. നോക്കിക്കേ, ദിസ് ഈസ് എ ജീപ്പ്. ദിസ് ഈസ് എ ജീപ്പ്. ഓക്കെ, അപ്പോ ഈ സെന്റൻസ് കറക്റ്റ് ആയി. മനസ്സിലായില്ലേ? ഇവിടെ ഒരൊറ്റ ജീപ്പേ ഉള്ളൂ, ഒരൊറ്റ വസ്തു ആണെങ്കിൽ നമ്മൾ അവിടെ ഈസ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഞാൻ അടുത്ത നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. മെനി തിങ്സ് ആണ്, മെനി തിങ്സ് ആണ്. മെനി തിങ്സ് ആണെങ്കിൽ അവിടെ ഈസ് ആണോ ആർ ആണോ വരുന്നത്? ആർ വരും. വെരി ഗുഡ്, ആർ. ഇതാണ് ആർ. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. എ ആർ ഇ. ആർ. ദീസ് ആർ ഫ്ലവേഴ്സ്. ആ സെന്റൻസ് അപ്പോ കറക്റ്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആ പിക്ചർ നോക്കാം, പിക്ചർ നോക്കാം. അതില് വൺ തിങ് ആണെങ്കിൽ അവിടെ ഈസ് വരും, മെനി തിങ്സ് ആണെങ്കിൽ അവിടെ എന്താണ് വരിക? ആൾ വരും. നിങ്ങൾ അത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിക്ചർ നോക്കുക. ആ പിക്ചറിൽ വൺ തിങ് ആണെങ്കിൽ അവിടെ ഈസ് വരും, മെനി തിങ്സ് ആണെങ്കിൽ അവിടെ ആൾ വരും. മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? We will play a little game with words. Are you ready to play? Okay. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഞാൻ ഇവിടെ പിക്ചേഴ്സ് എഴുതിയിട്ടുണ്ട്, ഇവിടെ അതിന്റെയൊക്കെ സെന്റൻസും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ സെന്റൻസിൽ എന്താണ്? ഈസ് ആർ മിസ്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് അവിടെ ഈസ് ആണോ ആർ ആണോ വരുന്നത് എനിക്ക് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ അവിടെ എഴുതും. ഓക്കെ, ഫസ്റ്റ് വൺ cats. Cats. ഓക്കെ, ഇത് മെനി തിങ്സ് ആണ് അല്ലേ? മെനി തിങ്സ് ആണ്. മെനി തിങ്സ് ആണെങ്കിൽ ഈസ് ആണോ ആർ ആണോ വരുന്നത്? മെനി തിങ്സ് ആണെങ്കിൽ ആർ വരും. വെരി ഗുഡ്. ആറിന്റെ സ്പെല്ലിംഗ് എന്താ? എ ആർ ഇ. ദീസ് ആർ കാറ്റ്സ്. ആ സെന്റൻസ് കറക്റ്റ് ആയില്ലേ? കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദിസ്? മാംഗോ. മാംഗോ. ഓക്കെ, ദിസ് ഡാഷ് എ മാംഗോ. ദിസ് ഡാഷ് എ മാംഗോ. ഇവിടെ ഈസോ ആറോ ആണ് വരുന്നത്.
അപ്പൊ പിക്ചർ നോക്കുക. വൺ തിങ് ഓർ മെനി തിങ്സ്. വൺ തിങ് ഒരൊറ്റ മാംഗോ ഉള്ളു. അപ്പൊ വൺ തിങ് ആണ്. വൺ തിങ് ആണെങ്കിൽ ഈസ് ആണോ ആണോ വരുന്നത്? വൺ തിങ് ആണെങ്കിൽ ഈസ് വരും. ഓക്കെ, ഈസിന്റെ സ്പെല്ലിംഗ് എന്താ? IS. This is a mango. ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് എങ്ങനെയാ നോക്കിയാലോ? വാട്ട് ഈസ് ദിസ്? ബലൂൺസ്. ഒരുപാടുണ്ട് ഇല്ലേ? അപ്പൊ എന്താ പറയാ? ബലൂൺസ്. ഓക്കെ, ഇത് വൺ തിങ് ഓർ മെനി തിങ്സ്. ഇത് വൺ തിങ് ഓർ മെനി തിങ്സ്. വൺ തിങ് ആണോ മെനി തിങ്സ് ആണോ? ആ മെനി തിങ്സ് ആണ്, കാരണം അതിൽ ഒരുപാട് ബലൂൺസ് ഉണ്ട്. ഓക്കെ, മെനി തിങ്സ് ആണെങ്കിൽ ഈസ് ആണ് വരുന്നത്? അല്ല, എന്ത് വരും? ആർ വരും. വെരി ഗുഡ്. ആറിന്റെ സ്പെല്ലിംഗ് എന്താ? ARE. These are balloons. ഓക്കെ, ആർ എഴുതി കൊടുത്തപ്പോ ആ സെന്റൻസും കറക്റ്റ് ആയി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? പിക്ചർ നോക്ക്. അതില് വൺ തിങ് ആണെങ്കിൽ ഈസ് വരും, മെനി തിങ്സ് ആണെങ്കിൽ ആൾ വരും. ഓക്കെ, നിങ്ങൾ അത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. വൺ തിങ് ആണെങ്കിൽ ഈസ് വരും, മെനി തിങ്സ് ആണെങ്കിൽ ആൾ വരും. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 7 ഒന്ന് എടുത്തേ. അതിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഈസ്, ആൾ. ഓക്കെ, ഈസ് ആളിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്, സെന്റൻസും കൊടുത്തിട്ടുണ്ട്. അതില് ഈസും ആളും മിസ്സിംഗ് ആണ്. അത് ആര് എഴുതി കൊടുക്കണം? നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പിക്ചർ നോക്കുക. അതില് വൺ തിങ് ആണെങ്കിൽ ഒരൊറ്റ വസ്തു ആണെങ്കിൽ ഈസ് എഴുതി കൊടുക്കുക. മെനി തിങ്സ് ഒരുപാട് പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആർ എഴുതി കൊടുക്കുക. ഓക്കെ, എന്നാ വേഗം ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്തേ. നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, എന്നാ വേഗം ഈ ആക്ടിവിറ്റി ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.